ഏറെ സന്തോഷത്തോടെ ഒരു സഹോദരിയെ ഈ അൾത്താരിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈശോ നൽകിയ വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് സാക്ഷ്യം നൽകാൻ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മിന്ന. ഞാൻ ഇടുക്കി ജില്ലയിലെ കുമ്പളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ദിവ്യകാരുണ്യ ഈശോയും അമ്മ മാതാവും എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2024 ഒക്ടോബർ മാസം മുതലാണ് ഞാനും എൻ്റെ കുടുംബവും ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയിൽ പങ്കെടുക്കാൻ വേണ്ടി തുടങ്ങിയത്. അന്ന് മുതൽ നിരന്തരമായി ഞങ്ങൾ എന്നും പങ്കെടുക്കുന്നുണ്ട്. ആദ്യത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, 9 വർഷമായിട്ട് എൻ്റെ പപ്പായുടെ ഒരു ലാൻഡ് പാർട്ടീഷൻ നടക്കുന്നില്ലായിരുന്നു. ഭയങ്കര തടസ്സമായിരുന്നു. 100% പോലും നടക്കുമെന്ന് വിചാരിച്ച കാര്യമല്ല. ഞാൻ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ എൻ്റെ ദൈവം എനിക്ക് തരുമെന്നുള്ള വചനം 1000 പ്രാവശ്യം ഞാൻ എഴുതി പ്രാർത്ഥിച്ചു. ആ വചനം എഴുതി തീരുന്ന ആ ദിവസം തന്നെ എനിക്ക് സ്ഥലം അളന്ന് കിട്ടുകയും 23-ാം തീയതി ഡിസംബറിൽ എനിക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആവുകയും 31-ാം തീയതി എനിക്ക് ആധാരം കയ്യിൽ കിട്ടുകയും ചെയ്തു. അതുപോലെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാൻ അച്ഛനോട് പ്രത്യേകം മെസ്സേജ് ചെയ്യുമായിരുന്നു. അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് റിപ്ലൈയും തന്നിരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ അമ്മച്ചിയുടെ പുറത്തിൽ ഒരു തടിപ്പ് കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊരു പേടിയായി. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ദിവ്യകാരുണ്യ ഈശോയെ, നീ ഇത് മാറ്റി തരണമെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പ്രാർത്ഥിക്കുകയും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ ഈശോയുടെ തൊട്ട് പ്രാർത്ഥിച്ചു. അഭിഷേക തൈലം കൊണ്ട് തൊട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഒരാഴ്ചയിൽ തന്നെ അത് പൂർണ്ണമായും ഈശോ എടുത്തു മാറ്റി സുഖപ്പെടുത്തി. ഇത്രയേറെ വലിയ അനുഗ്രഹങ്ങൾ തന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരു കോടി നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന കാനാട്ടച്ഛനും ഇവിടുത്തെ പ്രെയർ ടീമിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നല്ല സന്തോഷത്തോടെ ഉറയ്ക്കുന്ന കൈകളടിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാം. 9 വർഷമായി നടക്കാതിരുന്ന കാര്യമാണ്. എൻ്റെ ദൈവം എനിക്ക് തരും ആ വചനം. അത് നമ്മൾ ഇതിനു മുന്നേ മാസങ്ങൾക്ക് മുന്നേ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്, ആരാധനയാണ്. അബ്രാഹം പറഞ്ഞ കാര്യം അതുപോലെ വിശ്വസിച്ച് 1000 പ്രാവശ്യം ആ വചനം എഴുതി പ്രാർത്ഥിച്ചു. ഈ നിയോഗത്തോടെ പ്രാർത്ഥിച്ചു. ഇന്നിത് 9 വർഷമായിട്ട് നടക്കാത്ത കാര്യം അത് നടന്നു കിട്ടി. സ്ഥലത്തിൻ്റെ പാർട്ടീഷൻ നടന്നു. എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊടുത്ത് ദിവ്യകാരുണ്യ ഈശോ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ അമ്മയ്ക്ക് മാരകമായ രോഗങ്ങളൊന്നും കൂടാതെ തന്നെ കർത്താവ് അത്ഭുത സൗഖ്യവും നൽകി രക്ഷിച്ചതിനെയൊക്കെ ഓർത്തുകൊണ്ട് കൈകൾ ഉയർത്തിയടിച്ച് സന്തോഷത്തോടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഞങ്ങൾക്കല്ല മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. മഹത്വം മഹത്വം യേശുവിന്.